ഹലോ ഡിയേഴ്സ്, ഇത് നമ്മൾ പ്ലെയിൻ ഡ്രസ്സൊക്കെ കിടിലിനാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നോക്കുന്നത്. കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് 3 സർക്കിൾ വരച്ചു കൊടുക്കുക, അതിന് ചുറ്റും ലീഫാണ്. ആദ്യം 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ സർക്കിളിനൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഒരു ലൈൻ പോലെ തുന്നിയെടുത്തിട്ട് 5 ലൈൻസ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് പ്ലെയിൻ സാരിയിലോ സൽവാറിലോ ഫ്രോക്കിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് പോലും പ്ലെയിൻ ഡ്രസ്സ് കിടിലിനാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഇപ്പോൾ നമ്മൾ 5 ലൈൻസ് ആയിട്ട് ഇത് തുന്നിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് 12 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഓരോ ലൈനിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇടവിട്ടിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓരോ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ കോർത്തെടുക്കുക. ആദ്യം ഒരെണ്ണത്തിൽ കോർത്തു, പിന്നെ അടുത്തതിൻ്റെ മുകളിലൂടെ എടുത്തു, പിന്നത്തേൻ്റെ ഉള്ളിലൂടെ എടുത്തു. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫില്ല് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് നമ്മൾ നീഡിൽ വെച്ചൊന്ന് നമ്മുടെ ഈ റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കണം. റൗണ്ട് കംപ്ലീറ്റ് ആയതിന് ശേഷം താഴോട്ട് നീഡിൽ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ബീഡ്സ് ആണ്. വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. വളരെ തിന്നായിട്ടുള്ള നീഡിൽ എടുത്തിട്ടാണ് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. സെൻറ്ററിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് എത്ര ബീഡ്സ് വേണോ അതിനനുസരിച്ച് എടുക്കാം. നമുക്ക് ബീഡ്സ് അല്ലാതെ ഫ്രഞ്ച് നോട്ട് ഇട്ടും ഇത് ഫില്ല് ചെയ്തെടുക്കാം. അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ലീഫിൻ്റെ പോർഷനാണ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് സെൻറ്ററിലോട്ട് ഒരു ലൈൻ കൊടുക്കുക. അതിനുശേഷം ഓരോ സൈഡിൽ നിന്ന് മാറി മാറി സെൻറ്ററിലോട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം.